എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. അയ്യോ ചായ, സമ്മതിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ. അയ്യോ ചായ, പറയുന്നത് തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന്, അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആര്? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതി കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയാൻ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ, എടാ പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണതാ. അവള് പോയി, പോയത് പോട്ടെ. പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാര്. കത്തിക്കണ കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിമുറുക്കി കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. സുധി, നമുക്ക് പോകാം. മിനി വരാനാ പറഞ്ഞത്. ഇറക്കി പിടിയതവിടെ. കൂട്ടുകാരൻ പറയണോ? എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്? ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണേലേ എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ? കൊതി തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ പട്ടി. പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കിനി അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും. കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം.
നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ? പറഞ്ഞ കേട്ടില്ലേ, പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളവനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്തു കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റിയത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് എങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിയ തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യാം. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു വെക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോകൂടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാ സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ, വാ. ആ ബൈക്ക് അവിടെ വെച്ച് കാറിലോട്ട് കയറ. വാമിനി, നീ മാത്രം കയറിയാ മതി. അച്ഛാ, മിനി. മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന ഒരുത്തി ഉണ്ട് ആ വീട്ടിൽ. നിനക്കറിയാലോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ മനസ്സ് ഒരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെയല്ല. അച്ഛൻ്റെ അടുത്ത് ഞാൻ കെഞ്ചി യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവളെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോവാൻ വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം. നിർത്തടാ, നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന എന്റെ പെണ്ണാ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ ആ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചു തരാം സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ. പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്, കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. പാടാ. നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിനുറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്. മീനുണ്ട്, മുത്തുണ്ട്, ഊണാരപ്പുറ്റുണ്ട്, ചുണ്ടത്തു പാട്ടുണ്ട് കടലമ്മയ്ക്ക്. വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്.
പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ മിന്ന് ചിങ്ങവും വന്നേ കന്നിയും വന്നേ അന്നനടത്തോണിയേറി മുത്തിനു പോ പുന്നാരത്തോണിയേറിപ്പോ കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും വളക്കൈപാടും പെണ്ണാളുണ്ടോ കിളിച്ചിന്താടും കണ്ണാളുണ്ടോ വളക്കൈപാടും പെണ്ണാളുണ്ടോ കിളിച്ചിന്താടും കണ്ണാളുണ്ടോ കണിപ്പൊന്നാകും പൂമീനുണ്ടേ നിനക്കെന്നാളും കാണാനുണ്ടേ കണിപ്പൊന്നാകും പൂമീനുണ്ടേ നിനക്കെന്നാളും കാണാനുണ്ടേ കാടെല്ലാം പൂവിരിക്കും കാറ്റെല്ലാം പായ് നിവർത്തും കനകനിലാവിൻ കൂട്ടിലുറങ്ങാൻ വായോ നീയെല്ലാം കുളിരണിയുമ്പോൾ കൈയെല്ലാം തളിരണിയുമ്പോൾ കൈമുല്ലക്കൊടിയുടെ തണലിൽ വായോ ആരാരം മുത്തം ചൂടി ഈ വാരിൽ ചൂടും കേറി നീ എന്നിൽ പുതുമഴ പെയ്യാൻ വായോ നീരാടി തോർത്തിയുറങ്ങാൻ വായോ 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 ഏഴാം തീരത്ത് മീനോടും നേരത്ത് ആരാരൻ ചാരത്ത് നീരാടുന്നു ഓരോരോ കാലത്ത് പൂമാനം പൂക്കുമ്പം തേനെന്റെ മാറത്ത് തേരോടുന്നു പഴി കേട്ടാലും പൊള്ളുന്നുണ്ടേ പിഴ ചെയ്താലും പോറ്റുന്നുണ്ടേ കടലമ്മയ്ക്കും കണ്ണീരുണ്ടേ കലി കൊണ്ടാലും കനിയുന്നുണ്ടേ പഴി കേട്ടാലും പൊള്ളുന്നുണ്ടേ പിഴ ചെയ്താലും പോറ്റുന്നുണ്ടേ കടലമ്മയ്ക്കും കണ്ണീരുണ്ടേ കലി കൊണ്ടാലും കനിയുന്നുണ്ടേ നാടെല്ലാം കാത്തിരിക്കും നാത്തൂനെ നേരം പോയി കരിമിഴിയാലെ പാട്ടിലുറക്കാൻ വായോ കാണാത്തൊരു കനിവും തേടി ദൂരത്തൊരു തണലും തേടി ഈ നാടിനു ദീപവുമായി ഈറൻമിഴിയോരവുമായി വന്നല്ലോ നമ്മുടെ മുന്നിൽ കടലമ്മ വഴിനീളിൽ പൊന്നു വിരിക്കാൻ വായോ 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 ഏഴേഴാം കടലും പാലാഴിക്കടവും ഓടോടി തിരയും നീടൂഴി വാഴും മാനത്തെ അരയൻ വാഴുന്ന കുടിലും മാണിക്യത്തിരയും നീടൂഴി വാഴും വെണ്ണിലാ കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന് പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ മിന്ന് ചിങ്ങവും വന്നേ കന്നിയും വന്നേ അന്നനടത്തോണിയേറി മുത്തിനു പോ പുന്നാരത്തോണിയേറിപ്പോ അപ്പാ ഒന്ന് എഴുന്നേറ്റ് ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല ഇതാര് എന്റെ മോ ചിപ്പായി നീ എപ്പോ വന്നു ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ അവരെവിടെ ഞാൻ കണ്ടില്ലല്ലോ മോൾ അവരെവിടെ എടാ ചിപ്പായി നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണിനെ പോലെയല്ല പെണ്ണ പെണ്ണ അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല ഇല്ല
എടാ ചിപ്പായി നല്ല ചേർച്ചയുണ്ടല്ലോ, പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പികള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം പറയടാ. നിക്ക്, എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ ശ്രുതിക്ക് ജീവനാ മിനിയെ, മിനിക്ക് ശ്രുതിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കല്ല രണ്ട് വീട്ടുകാരും. അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം. എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുകൊണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കണ്ണു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ണം കഷ്ടമായി വെട്ടിനുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി. ഇവനെ കൈ കിട്ടിക്ക് കൊന്നേനെ. അവരിവിടെയും വരും, ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പൻ നാണം കിട്ടുപോകും. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും, ഒരിക്കലും പിരിയില്ല. എങ്കിൽ ഇന്നു മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ. ചെല്ലപ്പൻ ചേട്ടോ, ചെല്ലപ്പൻ ചേട്ടാ, കാറിലും ജീപ്പിലുമായി ആരൊക്കെ വരുന്നു ഇങ്ങോട്ട്. എടാ ശാന്തപ്പ, ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ. പിള്ളേരെയൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവര് പിടിച്ചോണ്ടോ. നിങ്ങൾ എന്താ ഈ നോക്കി നിക്കണേ? പണിയെടുക്കണ്ട പിള്ളേരെ. എടാ അന്തപ്പ, അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേ? ഒരുക്കടാ, ഒരുക്ക്. നിങ്ങൾ പണിയെടുക്കണ്ട പെണ്ണുങ്ങളെ, പണിയെടുക്കാൻ. ഓരോരുത്തർ വരിക കൈ മെനക്കെടുത്താനായിട്ട്. വരട്ടെ വരട്ടെ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഏതാ ചിപ്പായി എന്ന് പറയുന്ന വീട്? ഇവിടെ ആർക്കും നാക്കും കാതും ഒന്നുമില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? ആ ചിപ്പായി എന്ന് പറയുന്നവരും അവൻ കൂട്ടിക്കൊണ്ട് വന്നവരും എവിടെയാണ്? എവിടെടാ ചിപ്പായിയുടെ വീട്? പറയടാ. അങ്ങോട്ട് പോയി ചോദിക്കേ. ചിപ്പായുടെ അപ്പനാത് ചെല്ലപ്പൻ ചേട്ടൻ. എവിടെയാണ് നിന്റെ ചിപ്പായി? എന്തിനാ ഇപ്പോ? അവൻ കൂട്ടിക്കൊണ്ട് വന്ന് 2 പേരുണ്ട് ഇവിടെ. അതിൽ ഒരുത്തിയെ വരച്ച് റോഡ് എറിഞ്ഞിട്ട് മറ്റവനെ വെട്ടിക്കൊല്ലാൻ. നടക്കും അത്? നടത്തോടോ പുല്ലേ. എന്നാ അതാ എന്റെ വീട്, അതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ. പിടിച്ചിറക്കണ അവരെ. അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും, ഒക്കിക്കൊന്നാ 3-ാം പക്ക പൊങ്ങു. ഇത് ഏതാണ് നാറികളെ വേണ്ടത്? ഓക്കരത്തരെ കാണിക്കരുത്. ഞങ്ങള് വന്നത് ഞങ്ങളെ പെണ്ണിനെയും അവളെ കട്ടോട്ട് പോയവനെ പിടിച്ചോട്ട് പോവാനാ. അപ്പൊ കൊല്ലിടില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. താലാര ചോദിക്കാൻ നാളെ തനിക്ക് വല്ലവന്റെ പെണ്ണിനെയും വല്ലവന്റെ ചെറുക്കനെ പിടിച്ച് പൊളിക്കാത്ത വെക്കാൻ ഇറക്കി വിടുവോ അവരെ? നല്ലൊരു പയ്യൻ നല്ലൊരു പെണ്ണിനെയും കൊണ്ട് ഈ ചെത്തി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് സങ്കട. കൈക്ക് ബലമുള്ളമാരുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോടാ, ഞാൻ നോക്കട്ടെ. മര്യാദക്ക് ചെക്കനെ പെണ്ണെ ഇറക്കി വിടോ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞങ്ങൾ ഈ കടപ്പുറം ചോരക്കളമാക്കും. കാണിക്കണ ചെറുക്ക വർത്താനം പറയാതെ. വേണ്ട വേണ്ട വേണ്ട. ചെല്ലപ്പൻ ചേട്ട നേരെ പൊങ്ങിയ കയ്യാ, വെട്ടണോ? ഞാനാ പറയാ.
ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ. ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരുടെ കഴിയും. നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ ചിപ്പായി, അവരെ കൂട്ടിക്കൊണ്ടുപോടാ. വേണ്ടടാ പിള്ളേരെ. തമ്മിൽ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് കൊല്ലാൻ നടക്കുന്ന കാട്ടാളന്മാരെ പേടിച്ച് വന്നു കയറിയതാ ഇവരിവിടെ. നെഞ്ചിനുറപ്പുള്ള ഏത് നാറിയുണ്ട് ഇവരെ തൊടാൻ? തൊട്ടു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? ചുണയുണ്ടെങ്കിൽ തൊടറ, തന്തയ്ക്ക് പിറക്കാത്ത നാറികളെ. ഇല്ല, തുടരില്ല. ഇനി ഒരു കാലത്ത് തുടരില്ല. പോരെ, ഇത്രയൊക്കെ കേൾപ്പിച്ച് എന്തിലേടി നീ? മതി. നേരെ കാണുമ്പോ ഈ ഇവനെ വലിച്ചെറിഞ്ഞിട്ട് ഇച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് നിലവിളിച്ചോണ്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. ഇത് വേണ്ട, മറക്കാം, എല്ലാം മറക്കാം. തലയിൽ വെച്ചാടി നിന്നെ ലാളിച്ചത്. ഇനി നീ കെഞ്ചിക്കേണ് വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നിനക്കിടമില്ലടി. എന്തിനയ്യോ ചായ വെറുതെ ചത്തുപോയവരോട് സംസാരിക്കുന്നേ? വാ പോവാം. ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാരും അഹങ്കരിക്കണ്ട. തന്തയ്ക്ക് വരുന്നവന്മാർ തന്നെ ഞങ്ങൾ ഇന്ന് നാളെ കാണിച്ചു തരാം. നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം. നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഈ പരനാറിയെ വെട്ടിക്കൊന്നുവരിക്കും. നോക്കിക്കോ, പാടാ. മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഒന്നും. നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം. ചെല്ലേ. ആ, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായമാരെ കുറിച്ചാ? ഇച്ചായമാരെ, അമ്മച്ചി, വീടിനെ, പിള്ളേരെ എല്ലാം. എന്താ? മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി, ഒട്ടും. ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക്. അതിപ്പോഴും ഉണ്ടോ? പോയി. അവര് സമ്മതിക്കും. ഇനിയും വാശിയും വഴക്കൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഒരാൾ വിചാരിച്ച എല്ലാം ശരിയാവും. ആരാത്? എന്റെ അമ്മ. അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ, അമ്മ സമ്മതിക്കും. ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ? ഇപ്പോഴോ? ഒറ്റയ്ക്കോ? ആരും അറിയണ്ട. അറിഞ്ഞവര് വിടില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒരു പക്ഷേ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോണ്ട സുധി, എനിക്ക് പേടിയാ. മിനി സമ്മതിക്കണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോയിട്ട് വരട്ടെ? I love you, സുധി. കൊണ്ടാക്കിയോ? ആ കുട്ടി അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോന്നാ ചോദിച്ചേ? ഇല്ല. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം. അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട. എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ. ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല. ഞാൻ കാണും.
ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളക്ക വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ടാ. ഞാൻ കാണും, അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെ അനുവാദം വേണ്ട, അച്ഛന്റെ പോലും. ഞാൻ കാണും. നീ കാണില്ലടാ. വിടാനാ പറഞ്ഞത്. വിടാൻ. വിട്. ഇല്ല. വിടാൻ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി. അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയി പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ. വേണ്ടമ്മേ, അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ... സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ, പോവുക. സുധി. ഇല്ല അച്ഛാ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല എങ്ങോട്ടും. ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത്. ഇല്ല, ഞാൻ വിടില്ല. എന്താ എന്താ ഇങ്ങനെയൊക്കെ? നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ, അവനായിട്ട് പോകുന്നല്ലേ. അവൻ പൊക്കോട്ടെ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ. എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല. വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത്. ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മുടിയച്ച് വരാവൂ. സുധി അമ്മയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി. പോയി പറഞ്ഞേക്കടാ നിന്നെ അയച്ചവന്മാരോട്. അരയും ചെല്ലപ്പിന് കരുതി തന്നെ. നീ സുധിയെ കൊണ്ട് പോയിക്കോ. മിനിയോടെ കാത്തിരിക്കാം. ചെല്ല്, ഞങ്ങൾ എത്തിക്കോളാം. പന്നിയുടെ മോനെ. എന്തായി? വഴക്കുണ്ടായല്ലേ? ആരായിരുന്നു? അവരാരും അല്ല, വേറെ ചിലരാ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. സാരമില്ല. അമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട് അമ്മയും കൈവിട്ടു.